നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പകൽ സമയത്തെ അധ്വാനത്തിനും ബന്ധപ്പാടുകൾക്കും ശേഷം വളരെ താല്പര്യത്തോടെ ദൈവസന്നിധാനത്തിൽ വിശേഷിച്ച് വളരെയധികം ദൂരമൊക്കെ യാത്ര ചെയ്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾപ്പാൻ, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പഠിപ്പാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹമോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാരംഭമായിട്ട് സമയം നഷ്ടമാക്കാതെ തന്നെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ 5 ആഴ്ചകളോളമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. ഒന്ന്, യേശു കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ ചിന്തിപ്പാൻ പോകുന്ന വിഷയം യേശു കർത്താവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണ്. മൂന്നാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്ത, ഈ മനുഷ്യത്വവും ദൈവത്വവും എങ്ങനെ ഒരു ആളത്വത്തിൽ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു, അത് ദൈവവചനം നൽകുന്ന വിശദീകരണം എന്താ, ഈ കാര്യമൊക്കെയാണ്. ഇത്രയും ഈ 3 സെൻറ്റൻസ് ഞാൻ പറഞ്ഞെങ്കിലും ഇത് അനേക ക്ലാസ്സുകൾ എടുക്കേണ്ടതാകുന്ന വിഷയമാണ്. നമ്മൾ ആ നിലയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ ഏകദേശമൊക്കെ കാര്യങ്ങൾ നമുക്ക് കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഏകദേശമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തുടർച്ചയായിട്ട് റെഫറൻസുകളൊക്കെ വെച്ച് പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച പ്രധാനപ്പെട്ട വിഷയം യേശു കർത്താവിൻ്റെ പാപരാഹിത്യത്വത്തെക്കുറിച്ചാണ്. പാപരാഹിത്യം അല്ലെങ്കിൽ സിൻലെസ്നെസ്, പാപമില്ലായ്മ. യേശു കർത്താവിൻ്റെ പാപമില്ലായ്മ, അല്ലെ യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, കർത്താവിൽ പാപം ഇല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ, അങ്ങനെ 3 പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ദൈവവചനത്തിൽ യേശു കർത്താവിൻ്റെ പാപമില്ലായ്മയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മനുഷ്യനാകുന്ന ക്രിസ്തുവിൽ പാപം ഉണ്ടായിരുന്നില്ല, അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല. അനേക വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം, അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം ഒന്ന് പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയിട്ട് പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്, കുഡ് ജീസസ് ഹാവ് സിൻഡ്? അതൊരു വലിയ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ള, വേണ്ട നിലയിൽ ഗ്രഹിക്കാത്തത് കൊണ്ട് തെറ്റായി ധരിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് അത് സാവധാനമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നോ? ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കും. ദൈവവചനപ്രകാരം അതിൻ്റെ മറുപടി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കും. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ള, അതിൻ്റെ പരിണിതമാകുന്ന ഫലം എന്താണ്, അല്ലെ നമ്മളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രായോഗികത, ആ പ്രയോഗത്തിലേക്ക് അതെങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. കർത്താവിൻ്റെ പാപമില്ലായ്മയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ ഉടനീളവും ലേഖനങ്ങളിലും ഒക്കെ ഉള്ളതാകുന്ന വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. കർത്താവിൻ്റെ പാപമില്ലായ്മയെക്കുറിച്ച്, കർത്താവ് പാപമില്ലാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്, പാപം അറിഞ്ഞിട്ടില്ലാത്തവനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് അവിടുന്ന് ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ മനുഷ്യരാകുന്ന നമ്മൾ കടന്നു പോകുന്നത് പോലെ പരീക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 3 സുവിശേഷങ്ങളിൽ
അത് വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള ആ വാക്യങ്ങളിൽ ആ കാര്യം നമ്മൾ കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ യേശു കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവിടുന്ന് അഭിമുഖീകരിച്ചതാകുന്ന ടെംപ്റ്റേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രലോഭനങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ 3 സുവിശേഷങ്ങളിലും ഇത് ആവർത്തിച്ചെഴുതിയിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും അത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. മത്തായി സുവിശേഷത്തിൽ ആ പ്രധാനമായിട്ടുള്ള ആ 3 പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഒന്ന്, വിശന്നിരുന്ന കർത്താവിനെ കല്ല് അപ്പമാക്കുവാനായിട്ട് പിശാച് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നീ ദൈവപുത്രൻ എങ്കിൽ നീ ഈ കല്ല് അപ്പമാക്കുക എന്ന് പറയുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അതേ തുടർന്ന് ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് ചാടുക, അതായത് നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരോട് പിതാവ് കൽപ്പിക്കും, ദൈവം അപ്പോൾ എന്ന് പറയുന്നു. 3-ാമത്തെ വിഷയം നമ്മൾ കാണുന്നു, ലോകത്തിൻ്റെ മഹത്വമെല്ലാം കാണിച്ചിട്ട് പറഞ്ഞ് എന്നെ ഒന്ന് വീണ് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഞാനിത് മുഴുവൻ നിനക്ക് തരാം. അങ്ങനെ 3 പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4:13 ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അത് നോക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അണ്ടിൽ ആൻ ഓപ്പർച്യൂൺ ടൈം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പല പരീക്ഷകൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ പിശാച് ചെയ്തു. അതിൻ്റെ ശേഷം അണ്ടിൽ അനദർ ഒക്കേഷൻ കെയിം അബൌട്ട്, മറ്റൊരു സന്ദർഭം ഉണ്ടാകുന്നതുവരെ അല്പകാലത്തേക്ക് പിശാച് എന്ത് ചെയ്തു? കർത്താവിനെ വിട്ടു മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഈ 3 പരീക്ഷണങ്ങൾ മാത്രമല്ല, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റ് പരീക്ഷണങ്ങളും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനോടുള്ള ബന്ധത്തിൽ അനുവദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കണ്ടു. എന്തുകൊണ്ടാണ് കർത്താവ് മനുഷ്യനായി തീർന്നത് എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാര്യം. അത് ഇന്ന് ആവർത്തിപ്പാൻ നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഈ കർത്താവ് അനുഭവിച്ചതാകുന്ന പരീക്ഷണങ്ങൾ, നമ്മൾ അതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളുണ്ട്. ഞാൻ ആ വിഷയം വിശദമാക്കാനല്ല ആഗ്രഹിക്കുന്നത്, പക്ഷേ പ്രധാനമായിട്ടുള്ള ആ ചിന്ത ഒന്ന് പറഞ്ഞു പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. നോക്കുക, എഗെയിൻ ആ 40 ദിവസങ്ങൾ കർത്താവ് ഉപവാസത്തിലായിരുന്ന ആ 40 ദിവസവും കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യേശു കർത്താവിനെ എങ്ങോട്ട് നടത്തിയത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. നോക്കണം, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്തു? കമോൺ. ഉറക്കമൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങിയാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് നടത്തി.
പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന് ഇത് എക്സംപ്റ്റ് ചെയ്തല്ല കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവാത്മാവിനാലാ നയിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ ഇരുന്ന് പോ പിശാചെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ വായിക്കുന്നത് ആത്മാവ് എങ്ങോട്ട് നടത്തി? ആത്മാവ് പിശാചിനാൽ, നോക്കണം, പരിശുദ്ധാത്മാവ് നടത്തിയെന്ന്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആരെ നടത്തി? യേശു കർത്താവിനെ നടത്തി. എന്നാൽ ഈ പരീക്ഷയുടെ എല്ലാം ആകെത്തുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ആ എസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതായത് മിശിഹ എന്ന നിലയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന് പിതാവ് വച്ചിരിക്കുന്ന ആ പാത ഒഴിവാക്കി എളുപ്പമുള്ള വഴിയെ സഞ്ചരിക്കുവാനുള്ള പ്രലോഭനങ്ങളായിരുന്നു പിശാച് കൊണ്ടുവന്നത്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. അതായത് ദൈവം കർത്താവിനെ കുറിച്ച് എന്ത് പ്ലാൻ ചെയ്തിരുന്നോ ആ കാര്യം അതിനെ ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുവാനുള്ള, അല്ലെങ്കിൽ ആ ദൈവം വച്ചിരിക്കുന്ന പാത വിട്ട് മറ്റൊരു വഴി സഞ്ചരിപ്പാനുള്ള പ്രലോഭനം, ഇതാണ് പിശാച് കൊണ്ടുവന്നത്. അതാണ് സത്യത്തിൽ കർത്താവിൻ്റെ പ്രലോഭനങ്ങളോടുള്ള ബന്ധത്തിൽ, അല്ലെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ, അതിനകത്തെല്ലാം നമ്മൾ കാണുന്നതാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇത് കർത്താവിൻ്റെ പരീക്ഷയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനെന്ന നിലയിൽ വളരെ റിയലായിരുന്നു. ഞാനത് വ്യക്തമാക്കാം. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞങ്ങ് പോവാം. അതായത് യേശുവിൻ്റെ പരീക്ഷ വളരെ 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 റിയലായിട്ടുള്ള ഒന്നാണ്. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, അതായത് കർത്താവ് പിശാചിനോടുള്ള ആ പരീക്ഷയിൽ, അല്ലെ പിശാചിൻ്റെ പരീക്ഷയിൽ യേശു കർത്താവ് എങ്ങനെ ജയിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കണം. യേശു കർത്താവിൻ്റെ ദൈവത്വം ഉപയോഗിച്ചല്ല കർത്താവ് പിശാചിനെ ജയിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആ പരീക്ഷയിൽ പ്രധാനപ്പെട്ട വിഷയം. കാരണം ദൈവത്വം ഉപയോഗിച്ചായിരുന്നു പിശാചിനെ ജയിച്ചതെങ്കിൽ, കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് അത് കർത്താവല്ലേ എന്നാണ് പറയുന്നത്. എന്നാൽ സത്യത്തിൽ അത് കർത്താവാണ്, അതുകൊണ്ട് നമുക്കും ജയിക്കാമെന്നാണ് വേദപുസ്തകത്തിൻ്റെ സന്ദേശം. ഇത് മറന്നു പോകരുത്. കർത്താവ് യേശു പരീക്ഷയിൽ ജയിച്ചത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പ്രലോഭനങ്ങളിൽ ജയിപ്പാൻ കഴിയുന്നത്. അല്ലെ, കഴിയത്തില്ലായിരുന്നു. യേശു പരീക്ഷയിൽ ജയിച്ചവനാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, പരീക്ഷ. അപ്പോൾ യേശു കർത്താവ് ഒരിക്കലും തൻ്റെ പരീക്ഷയിൽ ദൈവം എന്ന നിലയിലല്ല യേശു കർത്താവ് വിജയിച്ചത്, അവനെ ഓവർകം ചെയ്തത്. കാരണം ദൈവം എന്ന നിലയിലായിരുന്നെങ്കിൽ ആദ്യത്തെ പരീക്ഷ തന്നെ എടുത്തേ. കർത്താവിന് വിശന്നപ്പോൾ പരീക്ഷകൻ വന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ, നോക്കണം, ആ ചോദ്യം മനസ്സിലാകേണ്ടത്. നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല്
അപ്പമാക്കുക. നീ ദൈവപുത്രനാണെന്ന് പിശാചിനറിയാതെ, പക്ഷെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവിനോട് പറയുക, നീ ദൈവപുത്രനല്ലേ, അതുകൊണ്ട് ഈ കല്ല് അപ്പമാക്കി അങ്ങ് ഭക്ഷിക്കുക. നമുക്കറിയാം, അതിന് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കർത്താവ് വെറും വെള്ളത്തെ വീഞ്ഞാക്കുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ, 5000 പുരുഷന്മാരെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? പോഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന് അത് കഴിയുമായിരുന്നു. കർത്താവിന് കഴിയുമായിരുന്നിട്ടുകൂടി ദൈവമെന്നുള്ള ആ പദവി ഉപയോഗിക്കാതെ, കേൾക്കണം, ദൈവമെന്ന പദവി ഉപയോഗിക്കാതെ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവ വചനത്താലുമാണ് യേശു പിശാചിനെ ജയിച്ചതെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവകൃപയിൽ ആശ്രയിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണത്താലും ദൈവവചനത്താലും പരീക്ഷകളിൽ ജയിക്കുവാൻ കഴിയും എന്നതിൻ്റെ വ്യക്തമായ ഉപദേശം നമുക്ക് തരേണ്ടതിനാണ് യേശുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഇത് വെറുതെ അല്ല എഴുതിയേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ അഭിമുഖീകരിച്ചതുപോലെയുള്ള സിമിലറായിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ കാഠിന്യമുള്ളതാകുന്ന ഒരു പരീക്ഷണത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് കടന്നുപോയത്. ആദാമിനെ ഹവ്വയെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും ഭക്ഷിപ്പാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഒന്ന് മാത്രം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു കമാൻഡ്മെൻറ്റേ കർത്താവ് കൊടുത്തുള്ളൂ. അവർക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു, അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവരെന്ത് ചെയ്തു? അതിനകത്ത് പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന മനുഷ്യൻ പരാജയപ്പെട്ട സ്ഥാനത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് അങ്ങനെയുള്ള ആ പ്രിവിലേജസ് ഒന്നുമില്ലാതിരുന്നിടത്ത് നമ്മുടെ കർത്താവ് പരീക്ഷയിൽ ജയിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെക്കുറിച്ച് ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പം ചില കാര്യങ്ങളൂടെ ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ എല്ലാം തന്നെ നമ്മളോടുള്ള ബന്ധത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യനാകുന്ന കർത്താവ് എങ്ങനെ പരീക്ഷകളിൽ ജയിച്ചു? യേശു കർത്താവ് ജയിച്ചെങ്കിൽ നമുക്കും ജയിപ്പാനായി കഴിയും, അതിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പരാജയപ്പെടേണ്ട കാര്യമില്ല. അനേക കാര്യമുണ്ട്. പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചില പട്ടികകളിൽ വെച്ചേക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പരീക്ഷ. നമ്മൾ മനസ്സിലാക്കണം, അനേക കാര്യങ്ങളുണ്ട്. നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടുന്ന ആ പ്രക്രിയയിൽ നമ്മൾ ഏതെല്ലാം തലത്തിലാണെന്നറിയാമോ കർത്താവിനോട് അനുരൂപപ്പെടുന്നത്? നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പെരുമാറ്റത്തിലും കർത്താവിനോട് അനുരൂപപ്പെടുവാനായിട്ട് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച്, പ്രലോഭനങ്ങളെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി 3 സുവിശേഷങ്ങളിലും വ്യക്തതയോടെ പഠിപ്പിക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിലാണ്, ഒരിക്കലും മറന്നു പോകരുത്. ഇനിയും നമ്മൾ കടന്നു പോകുന്ന
എല്ലാ സാഹചര്യങ്ങളിലും യേശു കർത്താവ് കടന്നുപോയി എന്ന് നമുക്ക് പറയുവാനായി കഴിയും. എന്ന് പറയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള, ഓരോ വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ പ്രത്യേക സന്ദർഭങ്ങളും അതുപോലെ കർത്താവ് ഫേസ് ചെയ്തെന്നല്ല അർത്ഥം. പിന്നെ പ്രധാനമായി എല്ലാ പ്രലോഭനങ്ങൾക്കും പൊതുവായി 3 സ്വഭാവങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല പ്രലോഭനങ്ങളും. ഈ 3 കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല പ്രലോഭനങ്ങളും, സകല പരീക്ഷണങ്ങളും. നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് അതേ നിലയിൽ നമുക്ക് വേണ്ടി കർത്താവ് അതിൽ കൂടെ കടന്നുപോയി. കർത്താവ് ജയിച്ചവനായി തീർന്നു. അതിനെക്കുറിച്ച് ഒരു വേദഭാഗം ഒന്ന് വായിച്ചേ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. നോക്കുക, ഏകലംഘനത്താൽ ആദാമ് പാപം ചെയ്തതുകൊണ്ട് ഏകലംഘനത്താൽ എന്ത് സംഭവിച്ചു? സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ വന്നു. അടുത്തത് നോക്കിയേ, യേശു കർത്താവ് ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പാപികളായി തീർന്നതുകൊണ്ട്, അതുപോലെ ഏകന്റെ അനുസരണത്താൽ. അപ്പൊ യേശു കർത്താവ് നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനത്ത് ആദാമും പഴയ നിയമകാലത്ത് മരുഭൂമിയിൽ ഇസ്രയേല്യനും പരാജയപ്പെട്ടെടുത്ത് ആര് ജയിച്ചു? യേശു ജയിച്ചു. യേശു ജയിച്ചതുകൊണ്ടാണ് നമുക്ക് ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാനുള്ള ഒരു സാധ്യത നമുക്കുള്ളത്. യേശു പരീക്ഷണങ്ങളെ ജയിച്ചത് കൊണ്ടാണ്. യേശു പരീക്ഷണങ്ങളെ ജയിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ലായിരുന്നു. യേശു പരീക്ഷണങ്ങളിൽ ജയിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവമക്കളാകുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഏകന്റെ അനുസരണത്താൽ നമ്മൾ എന്തായി തീർന്നു? നീതിമാന്മാരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, എബ്രായ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ് വിശദമായിട്ട് ആ കാര്യം. 2:18 താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നോക്കിയേ, താൻ തന്നെ പരീക്ഷിതനായി എന്തനുഭവിച്ചു? കഷ്ടം അനുഭവിച്ചതിനാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ആ വേദഭാഗമൊക്കെ വളരെയധികം വിശദീകരിക്കേണ്ട, നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാത്തത്. എബ്രായർ 5:8 നമുക്കറിയാം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. അതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ സത്യത്തിൽ യേശു കർത്താവ് തൻ്റെ ജീവിതകാലം മുഴുവൻ പിതാവിനെ സമ്പൂർണമായും അനുസരിച്ചു. ആ അനുസരണക്കേട് കാണിക്കേണ്ട പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ വന്നപ്പോൾ അതിന്മേൽ കർത്താവ് എന്ത് ചെയ്തു? ജയിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് ആ ഭാഗം വിടുവാനായിട്ട് താല്പര്യപ്പെടുക. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് പോകട്ടെ. യേശു കർത്താവിൻ്റെ പരീക്ഷകളുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം എന്ന നിലയിലല്ല കർത്താവ് പരീക്ഷയിൽ ജയിച്ചതെന്ന് നമ്മൾ കണ്ടു.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്താലാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം കർത്താവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഭാഗത്തെല്ലാം തന്നെ കർത്താവ് പറയുന്ന വാക്കുകൾ. ആദ്യം വന്ന് പിശാച് കല്ലപ്പം ആകട്ടെ, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പം ആക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഇത് ആവർത്തന പുസ്തകത്തിലെ കൊട്ടേഷനാണ്. നമുക്കറിയാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. പക്ഷെങ്കിൽ പിന്നീട് അവർക്ക് കർത്താവ് അപ്പം കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിശാചിനോട് കർത്താവ് പറയുന്നതാകുന്ന ഒരു കാര്യം, പിശാചേ, നീ പറയുന്നത് പോലെ നിന്റെ ആലോചന അനുസരിച്ചും അല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിവിടെ വിശപ്പ് കൊണ്ട് മരിച്ചു വീഴേണ്ടി വന്നാലും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാ കർത്താവ് പറഞ്ഞത്. ദൈവവചനത്താലാണ് പിശാചിനെ ജയിപ്പാൻ കർത്താവിനിടയായി തീർന്നത്. നമുക്കറിയാം ഉടനെ പിശാച് എന്ത് ചെയ്തെന്നറിയാമോ? മറുപടിയായിട്ട് എന്തു പറഞ്ഞു? വചനം കോട്ട് ചെയ്യുക. അങ്ങനെയല്ലേ? ഏത് വചനമാണ് പിശാച് കോട്ട് ചെയ്തേ? നോക്കുക. അപ്പം നിന്റെ കാലിൽ തട്ടിപ്പോകാതിരിക്കുക. ഉടനെ കർത്താവ് പറയുന്ന ഒരു മറുപടി എന്നാന്നറിയാം? അങ്ങനെ മാത്രമല്ല, ഇതും കൂടെ എഴുതിയിരിക്കുന്നു. ഇതും കൂടെ, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ഈ പിശാചും വചനം ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ ഏജൻസും ഇങ്ങനെയാണ് വചനം ഉപയോഗിക്കുന്നത്. കാരണം എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം ഉപയോഗിക്കുന്ന അങ്ങനല്ല. ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ഇതും കൂടെ എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം നമുക്ക് ഈ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത്, ചെറി പിക്കിങ് ചെയ്ത് നമുക്കിഷ്ടമുള്ളത് എടുത്ത് നമുക്ക് താല്പര്യപ്പെടുന്നത് പോലെയുള്ള ഉപദേശം സ്ഥാപിക്കാനുള്ളതല്ല ദൈവവചനം. ദൈവവചനത്തിൻ്റെ മുഴുവനാകുന്ന ഉപദേശത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. അങ്ങനെ കീഴ്പ്പെടുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ദൈവവചനം ഉള്ളിലുള്ള, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണത്തിനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയും എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് നമ്മൾ അനുഭവിക്കുന്ന, അല്ലെ നമ്മൾ കടന്നു പോകുന്ന ഒട്ടുമിക്കവാറും പ്രശ്നങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, കർത്താവ് ഒരു ഫാമിലി സെറ്റിങ്ങിൽ നമ്മളെപ്പോലെ ജീവിച്ചില്ലല്ലോ. എന്നാൽ സത്യത്തിൽ ദൈവജനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് കർത്താവ് ജീവിച്ചത്. നമ്മൾ യേശു കർത്താവിൻ്റെ ആ ചരിത്രം, അല്ലെങ്കിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിലേക്ക് മാതാപിതാക്കന്മാരോടൊപ്പം കർത്താവ് വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് യോസഫിൻ്റെ മകൻ എന്ന യേശുവിനെ കുറിച്ച് ജനമെല്ലാം കരുതി. അങ്ങനെ മാനുഷികമാകുന്ന നിലയിൽ പിതാവാകുന്ന യോസഫിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ എങ്ങും കാണുന്നില്ല. ഈ 12-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ ഒപ്പം, അല്ലെ കർത്താവിനെയും കൊണ്ട് ദൈവാലയത്തിലേക്ക് വരുന്ന ആ സംഭവം ഒഴിച്ചാൽ പിന്നീട് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഭവനത്തിലെ ഏറ്റവും മൂത്ത ഒരു പൈതൽ എന്ന നിലയിൽ, പ്രത്യേകിച്ച് പിതാവ് മരിച്ചുപോയ ഒരു ഭവനത്തിൽ എത്രയൊക്കെ ഉത്തരവാദിത്വം ഒരു മൂത്ത പൈതലിന്മേൽ വരുമോ, ആ സകല ഉത്തരവാദിത്തങ്ങളും ആരുടെ മേലുണ്ടായിരുന്നു എന്നറിയാമോ? കർത്താവിൻ്റെ മേലുണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. 30 വർഷങ്ങൾ കർത്താവ് തൻ്റെ സഹോദരന്മാരോടൊത്ത്
സഹോദരിമാരോടൊത്ത്, തൻ്റെ അമ്മയോടൊത്ത് ആ ഭവനത്തിൽ ജീവിക്കുകയും മാത്രമല്ല ഇവൻ തച്ചനാണ് എന്ന് അവർ പറഞ്ഞു എങ്കിൽ അങ്ങനെയുള്ള തൊഴിൽ ദിവസം തോറും കർത്താവ് ചെയ്യുകയും തൻ്റെ കുടുംബ സന്ധാരണത്തിനു വേണ്ടത് കർത്താവ് എന്ത് ചെയ്തു. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല. വേണേ പാഴ്ത്തടി കൊണ്ടുവന്നേച്ചേ പോളിഷ് ചെയ്ത് തേക്കിൻ്റെ കസേരയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറ്റുമായിരുന്നു. എന്നാൽ കർത്താവ് എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ലെന്ന് ഉപദേശിച്ച് എങ്ങനെ പറയാൻ കഴിയും? ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിൻ്റെ കാരണം എന്നറിയോ? അതിൻ്റെ കാരണം യേശു കർത്താവ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം എന്നറിയാം? ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. അപ്പോൾ അന്ന് വരെ കർത്താവ് പ്രസംഗിച്ചിട്ടില്ല, അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ 30 വർഷങ്ങൾ ഭവനത്തിലുള്ളവരോടൊത്ത് ജീവിച്ച ആ വർഷങ്ങൾ രഹസ്യമായി ആരും കാണാതിരുന്ന, ആരും അറിയാതെ ഇരുന്ന ആ വർഷങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചന് പ്രസാദകരമാകുന്ന ജീവിതമായിരുന്നു കർത്താവ് നയിച്ചത്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് പിതാവ് സാക്ഷ്യപ്പെടുത്തിയത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ പള്ളി വരുമ്പം കാണുന്ന അതും കൊണ്ടല്ല കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പള്ളി വരുമ്പം ചെയ്യുന്ന നമുക്ക് പറ്റിയേക്കുന്ന കുഴപ്പം അതാന്നേ. നമുക്ക് പറ്റിയേക്കുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പള്ളി വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഈ DTയെ ഒന്ന് പ്രസാദിപ്പിച്ച് ആരാധിച്ച് വിടുതലെടുത്തുകൊണ്ട് ഇവിടുന്ന് പോകണം. ഇതാ ചിന്ത. അങ്ങനല്ല. ആരാധന സത്യത്തിൽ ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉള്ളതാണ് സത്യത്തിലുള്ള ആരാധന. വെള്ളിയാഴ്ചയുള്ളത് അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see what counts in God's sight. കർത്താവ് അപ്പോൾ ജോലി ചെയ്ത് ജീവിച്ചു. അപ്പോൾ അടുത്തുള്ള പണിശാലയിലെ ആൾക്കാരൊക്കെ കൊള്ളലാഭം എടുക്കുന്നുണ്ടാകാം. പക്ഷേ കർത്താവ് കൊള്ളലാഭം എടുത്തില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം യേശു കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമാകുന്ന സാക്ഷ്യം സ്വർഗത്തിലെ അപ്പച്ചൻ കൊടുക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, യേശു കർത്താവ് ഈ ഭൂമിയിൽ എല്ലാ സാഹചര്യങ്ങളിൽ കൂടെയും കടന്നുപോയി. പക്ഷേ കർത്താവ് ജയാളിയായിരുന്നു. കർത്താവ് പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ അതിജീവിച്ചു. കർത്താവിൽ പാപം ഇല്ല. അവൻ പാപം ചെയ്തിട്ടില്ല. അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ്. പക്ഷേ മനുഷ്യൻ എന്ന നിലയിലാണ് കർത്താവ് സകല പരീക്ഷണങ്ങളെയും അതിജീവിച്ചത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ മനുഷ്യരാകുന്ന നമുക്ക് പ്രതീക്ഷയുണ്ട്. നമുക്ക് ജയിപ്പാൻ കഴിയും. നിശ്ചയമായിട്ടും ജയകരമാകുന്ന ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയും എന്ന കാര്യം മറന്നു പോകരുത്. സ്തോത്രം. അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആ വിഷയം തുടർന്നുള്ള സമയത്തിൽ വിശദീകരിക്കാൻ കഴിയുമോ എന്നെനിക്കറിയത്തില്ല, എങ്കിലും പരിശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഞാനത് വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. കർത്താവിൽ പാപമില്ലെന്നുള്ള കാര്യവും, കർത്താവ് പ്രലോഭനങ്ങളെ അതിജീവിച്ചെന്നുള്ള കാര്യവും, കർത്താവ് ദൈവമാ എന്ന നിലയിലല്ല
പ്രലോഭനങ്ങളിൽ ജയാളിയായി തീർന്നത്? ഈ കാര്യങ്ങളൊക്കെ വേദപുസ്തക പ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മാതൃക, നമുക്ക് ഒരു മാതൃക കർത്താവ് വെച്ചേച്ച് പോയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയെന്ന് പറയുന്നത് യേശു കർത്താവ്. ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ളതിൻ്റെ മാതൃക യേശു കർത്താവാണ്. യേശു കർത്താവിൽ കൂടെ ആ കാണുന്ന മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കർത്താവുമായിട്ട് വേണം പരിശോധിക്കാൻ. നമ്മൾ നേരിടുന്ന ഒരു പ്രലോഭനങ്ങളിൽ, ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിനെ ധ്യാനിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപികളാൽ തനിക്കിങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അപ്പോൾ കർത്താവിനെ നമ്മൾ ധ്യാനിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭം, ഏതെങ്കിലും ഒരു വാക്യ ശകലം നമ്മുടെ ആ പ്രത്യേക ജീവിത സാഹചര്യവുമായിട്ട് ഇണങ്ങുന്ന ആ സന്ദേശം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു വേദഭാഗമോ ഒരു ഉപദേശമോ നമ്മുടെ ഉള്ളിൽ കൊണ്ട് തരുമെന്ന് വളരെ ഉറപ്പോടെ എനിക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം നേരിട്ടവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിച്ചു കൊള്ളുവീൻ. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് കർത്താവ് എങ്ങനെ, യേശു കർത്താവ് ഈ കാര്യങ്ങളെ, ഇതിനെ, ആ ഒരു കാര്യത്തെ എങ്ങനെയായിരിക്കും യേശു കർത്താവ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളിലും യേശു കർത്താവ് എങ്ങനെ ഈ കാര്യം കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കണം. അന്നേരമാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. ദൈവവചനത്തിൻ്റെ ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും, നിശ്ചയമായിട്ടും തരും പ്രിയരെ. അല്ലേ പിന്നെന്താ ക്രിസ്തീയ ജീവിതം? അതാ ക്രിസ്തീയ ജീവിതം. ഇതാ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയുന്നതും വിശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത് റൂൾ കീപ്പിംഗ് അല്ല വിശുദ്ധ ജീവിതം. റൂൾ കീപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ റൂൾ കീപ്പിംഗ് അല്ല വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നതാ വിശുദ്ധ ജീവിതം. അതാ ദൈവത്തിന് പ്രസാദകരമാകുന്ന ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ കൈക്കൊണ്ടതുപോലെ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളെ പെരുന്നാള്, വാവ്, ശബത്ത് എന്നിങ്ങനെയാൽ അവരെന്തിനാ നിങ്ങളെ വിധിക്കുന്നത്? തൊടരുതെന്നും പിടിക്കരുതെന്നും രുചിക്കരുതെന്നും. എന്നിട്ട് താഴോട്ട് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വളരെ ക്ലിയറാ, അതൊക്കെ ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ഓവർകം യുവർ ഫ്ലഷ്ലി ലസ്റ്റ്. എൻ്റെ ഓർമ്മ ശരി, എൻ്റെ ആ ആശയം ഞാനങ്ങ് പറയുക. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. അത് ജഡാഭിലാഷം അതൊന്നും പ്രയോജനമുള്ളതല്ല. പിന്നെ ജഡാഭിലാഷത്തിൽ ജയം കിട്ടാൻ, അതിനെ ഓവർകം ചെയ്യാൻ പ്രയോജനമുള്ളത് എന്താ? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ഓരോ ദിവസവും ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടപ്പീൻ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് അതിൻ്റെ രഹസ്യം കേട്ടോ. അല്ലാതെ റൂൾ കീപ്പിങ്ങിന് പോയാൽ അയ്യോ നമ്മൾ തകർന്നു പോകും. മാത്രമല്ല നമ്മൾ ഭയങ്കര പരീശന്മാരുമായി തീരും. വല്ല ബൈ ചാൻസിൽ കുറേ റൂളൊക്കെ നമുക്കൊന്ന് കീപ്പ് ചെയ്യാൻ പറ്റിയാലുണ്ടല്ലോ, പിന്നെ ആ റൂള് കീപ്പ് ചെയ്യാത്തവനെ കാണുമ്പോൾ എന്തോ ഒരു അരിശമാണ് വരുന്നതെന്നറിയോ. പക്ഷേ മറ്റേത് വേറെ ചിലയിടത്ത് നമ്മൾ പരാജയമായിരിക്കും, അത് നമ്മൾ പറയത്തുമില്ല. നമ്മളെവിടെ ജയിക്കുന്നത് ആ കാര്യത്തിൽ നമ്മളങ്ങ് ഭയങ്കര അഭിമാനം കൊള്ളും. പ്രിയരെ, അതൊന്നും അല്ല വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം ഞാൻ വീണ്ടും പറയട്ടെ, യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ വളർന്നു വരുന്നതാണ് വിശുദ്ധ ജീവിതം. അത് കുറഞ്ഞ ഒന്നല്ല. അപ്പോൾ അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ആകട്ടെ, നമുക്ക് ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. യേശു കർത്താവിന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നോ? ഇതൊരു വലിയ ട്രിക്കി വിഷയമാണ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇന്നത് മുഴുവൻ അതിൻ്റെ എല്ലാ വശങ്ങളും എനിക്കിന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വരുന്നതാണ്.
അതായത് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ആ ദൈവത്വവും മനുഷ്യത്വവും യേശു ക്രിസ്തു എന്ന ഒരാളത്വത്തിൽ എങ്ങനെ സമ്പൂർണമായി സമ്മേളിച്ചിരിക്കുന്നു, വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്, ആ വിഷയവുമായി നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന പല വിഷയങ്ങളിൽ ഒരുപക്ഷെ ഇപ്പം നമുക്ക് വ്യക്തമാകാത്തത് ഒന്നുകൂടെ വ്യക്തമാകും. എങ്കിലും നമുക്ക് ഈ വിഷയം ഹെഡ് ഓൺ ഒന്ന് പഠിപ്പാനായിട്ട് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, കേൾക്കുക. ഇങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സുകളൊന്നും എടുക്കാൻ പൊതുവെ ആരും ധൈര്യപ്പെടുകയില്ല. കാരണം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു വെക്കാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ല, ദൈവകൃപയിൽ ആശ്രയിച്ച്. കാരണം എന്തെങ്കിലുമൊക്കെ അബദ്ധമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവവചനപ്രകാരമല്ലാത്ത ഒരു വാക്കും എൻ്റെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വല്ലതും വീണാൽ അത് മറന്നു പോകാനായിട്ടങ്ങ് പ്രാർത്ഥിക്കുകയും വേണം. എനിവേ, നമുക്ക് ദൈവവചനപ്രകാരം ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. കുഡ് ജീസസ് ഹാവ് സിൻഡ്? പാപമില്ല എന്ന കാര്യത്തിൽ എല്ലാവരും എഗ്രി ചെയ്യുന്ന കാര്യം. എന്നാൽ ഈ കാര്യത്തിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ട് ചിലർക്കൊക്കെ, എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ. അതായത് അവരുടെ ആർഗ്യുമെൻ്റ് ഇതാണ്: യേശു കർത്താവിന് പാപം ചെയ്യാനായി കഴിയില്ലായിരുന്നെങ്കിൽ യേശു കർത്താവിൻ്റെ പ്രലോഭനങ്ങളൊന്നും റിയൽ അല്ല, അത് യാഥാർത്ഥ്യമല്ല. പാപം ചെയ്യാൻ കഴിയാത്ത ഒരാള് പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, എബ്രായ ലേഖനം 4:15 യേശു കർത്താവിന് പാപം ചെയ്യാൻ കഴിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ബലഹീനതകളിൽ എങ്ങനെ സഹതാപം കർത്താവ് കാണിക്കും? ന്യായമായ ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ പൊസിഷൻ എവിടാണെന്നുള്ളത്. ഞാനത് കൂടുതൽ വ്യക്തമാക്കാം. അപ്പം യേശു കർത്താവിന് പാപം ചെയ്യാൻ കഴിയില്ലായിരുന്നെങ്കിൽ യേശു കർത്താവ് നേരിട്ട പരീക്ഷണങ്ങൾക്ക് എന്നാ അർത്ഥം? നമുക്ക് പാപം ചെയ്യാൻ കഴിവുണ്ട്, നമ്മൾ പരീക്ഷണം അഭിമുഖീകരിക്കുന്നു. അപ്പോൾ അതേ നിലയിൽ യേശു കർത്താവ് പരീക്ഷണങ്ങളെ അതിജീവിച്ച് ജയിച്ചില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മോടുള്ള ബന്ധത്തിൽ അതിനെന്താ അർത്ഥം? യേശു കർത്താവ് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ കർത്താവ് ചെയ്തില്ല എന്ന് ചിന്തിക്കുന്നവരുടെ വാദഗതികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. പാപം ചെയ്യാൻ കർത്താവിന് കഴിയുമായിരുന്നു, പക്ഷെങ്കിൽ കർത്താവ് ചെയ്തില്ല. എന്നാൽ ഈ വേദപുസ്തകം എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന്, പുതിയ നിയമം വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ഹി നെവർ സിൻഡ്. അത് വളരെ വ്യക്തമാണ്, കൃത്യമായി നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു, അഫേം ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ട്, വേദപുസ്തകം പറയുന്ന രണ്ടാമത്തെ കാര്യം, യേശു കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ വളരെ റിയലായിരുന്നു. അത് അൺറിയൽ അല്ലായിരുന്നു, വളരെ റിയലായിരുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ കാഠിന്യം നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും കർത്താവിന് അത് അനുഭവിച്ചു. അതും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ലൂക്കോസ് 4:2 നമ്മൾ മുമ്പേ റെഫർ ചെയ്ത വേദഭാഗം, പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. റിയലായിരുന്നു കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ. മാത്രമല്ല, എബ്രായർ 4:15
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ പരീക്ഷണം റിയലായിരുന്നു, വളരെ യാഥാർത്ഥ്യമായിരുന്നു കർത്താവ് അനുഭവിച്ച കാര്യങ്ങൾ. എന്നാൽ വേദപുസ്തകം വേറൊരു കാര്യം പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1:13, God cannot be tempted with evil. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് പറയുകയാണ്, ദൈവം ദോഷങ്ങളാൽ he doesn't tempt anyone, neither he is tempted by evil, nor he is tempted by evil. ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ഇനി തുടർന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ അനേക വാക്യങ്ങൾ എടുത്ത് വായിപ്പാൻ ഇന്ന് നമുക്ക് സമയമില്ല. വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ബന്ധത്തിൽ ചിന്തിക്കാവുന്നതാണ്. വിശേഷിച്ച് കർത്താവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. അപ്പോൾ പല വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല, അത് നമുക്കറിയാം. ഈ രണ്ട് സത്യങ്ങളും വേദപുസ്തകത്തിൽ വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മനുഷ്യത്വം, ദൈവത്വം. അപ്പം നമ്മുടെ വിഷയം, യേശു കർത്താവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നോ? പാപം ചെയ്തില്ല എന്നെല്ലാവരും പറയുന്നു. പക്ഷെ ചിലർ പറയുന്നു പാപം ചെയ്യാൻ കഴിയില്ലായിരുന്നെങ്കിൽ കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണം പോലെ യാഥാർത്ഥ്യമല്ല എന്നവർ പറയുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കർത്താവിന് കഴിയില്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ പറഞ്ഞിട്ട് കർത്താവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെങ്കിൽ പാപം ചെയ്തില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്തിനേറെ നമ്മളൊക്കെ വലിയ പ്രസംഗകരായിട്ടൊക്കെ കാണുകയും നമ്മുടെയൊക്കെ സഭകളിലൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നവർ പറയുന്നതൊക്കെ യൂട്യൂബിലൊക്കെ എടുപ്പുണ്ട്. നിങ്ങൾക്ക് വേണേൽ പരിശോധിച്ച് നോക്കാം. ഒരിക്കലൊരാൾ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം, ഇപ്പം എന്തോ അതിനെക്കുറിച്ച് ക്രിറ്റിസിസം ഉണ്ടായതുകൊണ്ടായിരിക്കാം, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാനത് നോക്കിയപ്പോൾ അതില്ല, എടുത്ത് മാറ്റിക്കളഞ്ഞു. അതായത് യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം കൊടുത്ത എന്തിനാണെന്നറിയാമോ യേശു പ്രാർത്ഥിച്ചത്? ആദ്യത്തെ ആദാം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്ത് അവൻ മരിച്ചുപോയി. അതുകൊണ്ട് യേശു പറഞ്ഞു, പിതാവേ അതുപോലെ എനിക്ക് പറ്റരുതേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിന് എവിടുന്ന് ആ വാക്യം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എവിടുന്നാണ് ആ ഇൻഫർമേഷൻ കിട്ടിയെന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ചിലരൊക്കെ ഹല്ലേലൂയ എന്ന് പറയുന്നതും കാണാം ആ വീഡിയോയിൽ. അപ്പോഴേ ഇങ്ങനെയുള്ള പരമ അബദ്ധങ്ങൾ, ഞാൻ പരീക്ഷണങ്ങളെ കുറിച്ച് പറയാം, അത് റിയൽ ആണോ ഇല്ലയോ എന്നുള്ളത് പറയാം. എൻ്റെ പൊസിഷൻ ഞാൻ വളരെ ക്ലിയർ ആക്കാം. യേശു കർത്താവിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. വൈ ഹി കുഡ് നോട്ട് സിൻ, അത് ഞാൻ പറയാം. ഈവൻ അത് പാപം ചെയ്യാൻ കഴിയുകയില്ലായിരുന്നെങ്കിലും
യേശു കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് മാതൃകയെന്നും എന്തുകൊണ്ടാണ് എനിക്കും ജയകരമായി ജീവിപ്പാൻ കഴിയുന്നതെന്നും നമ്മൾ പഠിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുകയല്ലേ, ആ വിഷയം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നതാകുന്ന ഒരു കാര്യം, യേശു കർത്താവ് മനുഷ്യനാണ്, അതേസമയം ദൈവമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ മനുഷ്യത്വം ദൈവത്വത്തിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള ഒന്നല്ലായിരുന്നു. ഞാൻ വ്യക്തമാക്കാം. അതെന്താണ് എനിക്കറിയാം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നും എനിക്കറിയാം. യേശു കർത്താവ് സമ്പൂർണമായും മനുഷ്യനാ, അതേസമയം സമ്പൂർണമായി ദൈവമാ. എന്നാൽ യേശു കർത്താവിൻ്റെ മനുഷ്യത്വം ഇറ്റ് വാസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ഹിസ് ഡിവിനിറ്റി. യേശു കർത്താവിൻ്റെ ദൈവത്വത്തിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നല്ലായിരുന്നു യേശു കർത്താവിൻ്റെ മനുഷ്യത്വം. ഞാൻ വ്യക്തമാക്കാം ആ കാര്യം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നും എനിക്കറിയാം, പലർക്കും മനസ്സിലായില്ലെന്നും എനിക്കറിയാം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ദൈവത്വം മനുഷ്യത്വത്തിൽ നിന്നും അത് സ്വതന്ത്രമല്ലായിരുന്നു, അത് രണ്ടും അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കർത്താവിന് പാപം ചെയ്യാൻ കഴിയും എന്ന് പറയാനായിട്ട് കഴിയും. കാരണം ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു. പക്ഷെങ്കിൽ എന്തു പറ്റിയെന്നറിയാമോ? അവര് പാപ സ്വഭാവം ഇല്ലാത്തവരായി ദൈവം അവരെ സൃഷ്ടിച്ചു എങ്കിൽ പോലും അവരെന്ത് ചെയ്തു? പാപത്തിന് അടിമപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നിലയിൽ പാപമില്ലാത്തതാകുന്ന ഒരവസ്ഥയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അവന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു കർത്താവിനും പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവിൻ്റെ ദൈവത്വം അവിടുന്ന് മറിയയുടെ ഉദരത്തിൽ ഭൂജാതനായ ആ നിമിഷം മുതൽ യേശു കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും, അല്ലെ ആ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഒരു ആളത്വത്തിൽ ഒരുപോലെ യേശുവിൽ സമ്മേളിച്ചിരുന്നു. അപ്പോഴങ്ങനെയെങ്കിൽ യേശു കർത്താവിൻ്റെ മാനുഷികമാകുന്ന ആ വീക്ക്നെസ്, അതിനൊക്കെ കർത്താവ് വിധേയപ്പെട്ടു. യേശു കർത്താവിന് ദാഹിച്ചു, യേശു കർത്താവിന് വിശന്നു. ഈ കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പാപം എന്നുള്ളത് ഒരു മോറൽ ഡിസിഷനാണ്, ഒരു ധാർമ്മികമാകുന്ന തീരുമാനമാണെങ്കിൽ അത് യേശു കർത്താവിൻ്റെ ആ സമ്പൂർണ്ണ ആളത്വത്തിലെ പാപം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പാപം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയും എന്നാകുന്നു അതിൻ്റെ അർത്ഥം. എനിക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നറിയാം പലർക്കും. യേശു കർത്താവിൻ്റെ മനുഷ്യത്വം ദൈവത്വത്തിങ്കിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് അല്ലായിരുന്നു. മറിയയുടെ വയറ്റിൽ ഉരുവാകുന്നത് മുതൽ അത് ഒരുപോലെ ഒരാളത്വത്തിൽ സമ്പൂർണമായും സമ്മേളിച്ചിരിക്കുകയാണ്. ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമല്ലായിരുന്നു. എന്നാൽ തനിക്ക് ദാഹിച്ചെന്നും ശരീരത്തിന് ക്ഷീണം വന്നെന്നും എല്ലാ കാര്യങ്ങളും മാനുഷികമാകുന്ന നിലയിൽ മാത്രം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു മോറൽ ഡിസിഷൻ, ഒരു ധാർമ്മികമാകുന്ന തീരുമാനം,
ആ ഹോൾ ബീയിങ്ങിനോടുള്ള ബന്ധത്തിൽ, ആ സമ്പൂർണ്ണ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിലാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ എന്നല്ല, അങ്ങനെയാകുന്നത് കൊണ്ട് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാകുന്ന യേശു കർത്താവിന് പാപം ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അതായത് ഈ രണ്ട് ആളത്വങ്ങളും എങ്ങനെയാ ഒരുപോലെ യേശു കർത്താവിൽ സമ്മേളിച്ചിരിക്കുന്നത് എന്ന വിഷയം നമ്മൾ പിന്നീട് വളരെ വിശദമായിട്ട് ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ യേശു കർത്താവിൻ്റെ ഈ പ്രത്യേക നേച്ചർ നിമിത്തം യേശു കർത്താവിന് പാപം ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, യേശു കർത്താവിൽ പിശാച് കൊണ്ടുവരുന്ന ആ പ്രലോഭനങ്ങളെല്ലാം തന്നെ യേശു കർത്താവിൻ്റെ ഉള്ളിൽ നിന്നുള്ളതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളോടുള്ള ബന്ധത്തിൽ പിശാച് കൊണ്ടുവരുന്ന സകല പ്രലോഭനങ്ങളും നമ്മിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പുറത്തുനിന്ന് നമുക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻസ് ഉണ്ട്, എങ്കിലും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതാണ് യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുന്നു. നമ്മളിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീണുപോയ അവസ്ഥയിൽ പാപപ്രകൃതം നമ്മിൽ ഉണ്ട്. എന്നാൽ യേശു കർത്താവിൽ എന്തില്ല? ആ പാപപ്രകൃതം ഇല്ല. പാപപ്രകൃതം ഇല്ലെന്ന് മാത്രമല്ല, യേശു കർത്താവ് ദൈവമായിട്ടാണ് മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ അവിടുന്ന് ജീവിച്ചു. എങ്കിലും അതേ സമയം യേശു കർത്താവ് ദൈവവുമായിരുന്നു. ഇത് രണ്ടും കൂടെ ചേരുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ വേദഭാഗങ്ങൾ എടുത്ത് ഈ കാര്യം വിശദീകരിക്കും. എന്നാൽ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഒരു വേദഭാഗം ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഈ വിഷയം നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് കയറാൻ വേണ്ടി ആ യേശു കർത്താവിൻ്റെ ആ ആളത്വം, സമ്പൂർണമായിട്ടുള്ള മനുഷ്യത്വവും ദൈവത്വവും യേശു കർത്താവിൽ സമ്മേളിച്ചിരിക്കുന്നതിനെ വിശദമാക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. അതിലൊരു വേദഭാഗം നമുക്കൊന്ന് കാണാം. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വായിച്ചു കൊണ്ടിരുന്ന ഒരു വേദഭാഗമായതുകൊണ്ടാണ് അത് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നേ. അവിടെ നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉടനെ യേശു കർത്താവ് അവനോട് പറയുന്ന വാക്കുകൾ, മകനെ ധൈര്യമായിരിക്കാൻ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഉടനെ ശാസ്ത്രിമാരെന്ത് പറഞ്ഞു? ഇവൻ എന്തുകൊണ്ടാണ് ദൈവദൂഷണം പറയുന്നതെന്ന് പറഞ്ഞേ? പാപങ്ങളെ മോചിപ്പാൻ ആർക്കേ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, യേശു കർത്താവ് പാപമോചനം നൽകുന്നു എന്നുള്ളത് യേശു കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. 2, അടുത്ത വാക്യത്തിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അത് മനസ്സിലാക്കണം, ഉള്ളം കൊണ്ടാണ് പറഞ്ഞത്, പുറമേ പറഞ്ഞില്ല. അപ്പോൾ ഉള്ളത്തിൽ അവർ പറഞ്ഞത് കർത്താവ് ഇവിടെ പറയുക. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 6:30 എടുത്തവരൊന്ന് വായിച്ചേ. ഞാൻ വേദപുസ്തകം എടുത്ത് വായിപ്പിക്കുന്നത് ഈ വാക്യം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ദിനവൃത്താന്തം 6:30.
then hear from heaven your dwelling place. Yeah. Forgive and deal with everyone according to all they do, since you know their hearts. ഇത് ശലോമോൻ ദൈവത്തോട് പറയുന്ന വാക്കുകളാണ്. മലയാളത്തിൽ ആ ഭാഗം ഒന്ന് എടുത്ത് ഒരു വായിച്ചേ. ആ ആ ആ നോക്ക, നീ ഓരോരുത്തൻ്റെയും ഹൃദയം അറിയുന്നത് പോലെ. ചില ട്രാൻസ്ലേഷൻസിൽ ഒന്നുകൂടെ വ്യക്തമാ, ഫോർ യു എലോൺ നോ എവ്രി വൺസ് ഹാർട്ട്. അപ്പോൾ ദൈവത്തിന് മാത്രമേ എന്തറിയാൻ കഴിയത്തുള്ളൂ? ഹൃദയം അറിയാൻ കഴിയത്തുള്ളൂ. അപ്പം ഇവിടെ യേശു കർത്താവ് 1 പാപങ്ങളെ മോചിച്ചു, 2 അവരുടെ ഹൃദയത്തിൻ്റെ നിരൂപണം അറിഞ്ഞു, 3 താഴോട്ട് നോക്കി കഴിഞ്ഞാൽ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് പ്രത്യേക ഒരു പദപ്രയോഗം പറയുന്നുണ്ട്. മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ ഭൂമിയിൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. ഈ പദപ്രയോഗം എവിടെ നിന്നുള്ളതാണെന്നറിയോ? സത്യത്തിൽ ആ പദപ്രയോഗം സൺ ഓഫ് മാൻ എന്നുള്ള പദപ്രയോഗം ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നിന്നുള്ളതാണ്. വേദഭാഗം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ മനോഹരമാണ്. ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യവും 21-ാമത്തെ വാക്യവും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വയോധികൻ്റെ അടുക്കൽ ചെല്ലുന്ന, അവനെ അടുത്തു വരുമാറാക്കുന്നു, മനുഷ്യപുത്രനോട് സദൃശ്യനാകുന്ന ഒരുവൻ. അപ്പോൾ മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ എന്ന് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ടൈറ്റിൽ യേശു കർത്താവ് ഇവിടെ തനിക്ക് ഉപയോഗിക്കുക. എന്നാൽ ഇതെല്ലാം താഴോട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ, 8-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. എന്നിട്ട് പറയുക, മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ നോക്കിയേ. അപ്പോൾ യേശു കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയേണ്ടതിലൂടെ ആകാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുകളിൽ ഇത്രയും എഴുതിയേച്ച് അവസാനം എഴുതിയേക്കുക, മനുഷ്യർക്കിങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം 2-3 മിനിറ്റുകൾക്കുള്ളിൽ. അങ്ങനെയെങ്കിൽ അപ്പം ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ യേശു കർത്താവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പാപം ചെയ്യാൻ കർത്താവിന് കഴിയുകയില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഈ പ്രലോഭനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്? ന്യായമായൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് വിശദമാകുന്ന മറുപടി നമ്മൾക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഓർത്തിരിക്കേണ്ടതിന് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം, അത് നമ്മൾ നേരത്തെ റെഫർ ചെയ്ത, നീ ദൈവപുത്രനെങ്കിൽ കല്ല് അപ്പമാകാൻ പറഞ്ഞു. ഉടനെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കർത്താവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? പക്ഷപാതക്കാരനെ എടുത്ത് നടക്കാൻ പറഞ്ഞല്ലേ, 5000 പേർക്ക് പോഷിപ്പിച്ച, അല്ലേ, വെള്ളത്തെ വീഞ്ഞാക്കി ആ കർത്താവിന് അത് കഴിയുമായിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് ആ പ്രലോഭനത്തെ നേരിട്ടത് മനുഷ്യൻ എന്ന നിലയില, ദൈവം എന്ന നിലയിലല്ല. അത് റിയലായിരുന്നു. അതുകൊണ്ടാണ് അത് റിയലായിരിക്കുന്നത്. അല്ലാതെ കർത്താവിന് പാപം ചെയ്യാമായിരുന്നത് കൊണ്ടല്ല കർത്താവ് നേരിട്ടതാകുന്ന പ്രലോഭനം യാഥാർത്ഥ്യമാകുന്നത്. നേരെ മറിച്ച് കർത്താവ് മനുഷ്യൻ എന്ന നിലയിലാണ് അത് നേരിട്ടത്. ഇനി മറ്റൊന്നുകൂടെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്കറിയാം, ഈ നമ്മൾ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ നേരിടുന്നതിനേക്കാളും, അതായത് ഈ പരീക്ഷണങ്ങൾ നേരിട്ട് തോറ്റുപോകുന്നത് താരതമ്യേന എളുപ്പമാണ്.
ഞാൻ പെട്ടെന്ന് പറയാം. പരീക്ഷണങ്ങൾ നേരിട്ട് തോറ്റു പോകുന്നത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ പരീക്ഷണങ്ങൾ ജയിക്കുന്നതാണ് പ്രയാസകരമാകുന്ന കാര്യം. ഉദാഹരണത്തിന് ഈ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് കണ്ടിട്ടുണ്ടോ? വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ജയിക്കുന്നയാളാണോ ഏറ്റവും ഭാരം അനുഭവിക്കുന്നത്, അതോ തോക്കുന്നയാളാണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ചിലർ ഇങ്ങനെ എടുത്തേച്ച് അങ്ങിടുമല്ലോ, ചിലരെന്ത് ചെയ്യും, എടുത്തേച്ച് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ആ റിക്വയർഡ് സമയം അത്രയും നേരം നിൽക്കും, ഉടനെ അവന് ജയിച്ചു. ആരാ കൂടുതൽ ഭാരം അനുഭവിച്ചേ? തോറ്റവനാണോ? ജയിച്ചവനാ. അയ്യോ, അങ്ങനാന്നോ ചിന്ത? ഭാരം ശരിക്കും അനുഭവിച്ചതാരാ? ജയിച്ചവനാ. അങ്ങനെയാണെങ്കിൽ പാപമില്ലാത്ത ദൈവപുത്രൻ മനുഷ്യർക്ക് നേരിടുന്ന സകല പരീക്ഷണങ്ങളിലും കടന്നുപോയി ജയാളിയായതുകൊണ്ട് ലോകത്തിലുള്ള സകല മനുഷ്യരും അനുഭവിച്ചതിനേക്കാളും ഏറ്റവും കാഠിന്യകരമാകുന്ന അനുഭവത്തിലൂടെ കർത്താവ് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയി. എങ്കിലും കർത്താവിൽ പാപമില്ല. മനസ്സിലാകുന്നുണ്ടോ? പാപമില്ലാത്ത കർത്താവ് ജയിച്ചവനാ. അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നതിനേക്കാളും കാഠിന്യമുള്ള പരീക്ഷയിലാണ് കർത്താവ് എന്ത് ചെയ്തത്? കടന്നുപോയത്. നിങ്ങൾക്ക് ആ ഉദാഹരണമെങ്കിലും മനസ്സിലിരിക്കട്ടെ, അത്രയുമെങ്കിലും മനസ്സിലിരിക്കട്ടെ. നമ്മൾ വരുന്ന ആഴ്ചയിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ പറഞ്ഞത് മറന്നു പോകരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാപമില്ലാത്തവനും പാപം അറിയാത്തവനും പാപം ചെയ്യാത്തവൻ എന്ന് മാത്രമല്ല, പാപം ചെയ്യാൻ കഴിയാത്തവനും കൂടെയാണ്. നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ആ പരിശുദ്ധ രക്തമാണ് നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടത്. ഇതോർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ കർത്താവ് ജയാളി ആയതുകൊണ്ടാ കർത്താവിൻ്റെ പാതയെ പിന്തുടരുന്ന നമുക്കും ജയിപ്പാൻ കഴിയുന്നത്. അല്ലാതെ കർത്താവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നത് കൊണ്ടല്ല. എൻ്റെ കർത്താവിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവ് ജയിച്ചവനായതുകൊണ്ട് എനിക്കും ജയിക്കാൻ കഴിയും. ഇതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾ